കാരണം പാട്ട് എഴുതിയിട്ട് എനിക്കങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. മനസ്സിൻ്റെ മണിയറ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമാണ് സുന്ദരി എന്ന ആൽബമായിരുന്നു. അതിൻ്റെ ലിറിക്സും മ്യൂസിക്കും ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ 2 പാൻറ്റും ഷർട്ടുമാണ്. അതിന് മുമ്പ് ഓസേജിനയിലൊന്നും എഴുതിയിട്ട് മ്യൂസിക് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരു ആൽബം മുഴുവൻ എഴുതിയിട്ട് കിട്ടിയതോ? 2 കാരണം അന്ന് നമുക്ക് ഇനി പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയല്ലേ. അപ്പോൾ പ്രോഗ്രാമിനൊക്കെ മുമ്പ് ഒരു ഷർട്ടപ്പ് അവർ അവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സ് അളവെടുത്ത് 2 പാൻറ്റും ഷർട്ടും തയ്ച്ചു തന്നു. അതാണ് അതിന് കിട്ടിയ പ്രതിഫലം. പിന്നെ എനിക്ക് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടിയെന്ന് പറഞ്ഞാൽ അഴകേ സിനീന എന്നൊരു വർക്കിൽ, ആ വർക്ക് ലിറിക്സും മ്യൂസിക്കും സിറാജ് ഫാൻറ്റസി എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയപ്പോൾ അതിൽ ഞാനും 2 പാട്ട് ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. അതിൽ പാടിയിട്ടൊന്നുമില്ല. മൂപ്പരാളാണ് ഫോണ്, ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണ് നോക്കിയയുടെ 3310. കാരണം എനിക്ക് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ മൂപ്പരാളൊരു ഫോൺ, ഒരു 30 അന്ന് നോക്കിയയുടെ ആദ്യത്തെ നല്ല രസമാണ്. അതിൽ ഒരു ആപ്പിളിൻ്റെ സാധനം എന്ന് പറയും. അതിൻ്റെ ഒരു സെക്കൻഡ്സ് ഫോൺ മൂപ്പരാളെ കയ്യിലുണ്ട്. അതാണ് ആദ്യത്തെ ഫോൺ കിട്ടിയത്. പിന്നെ എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ആൽബത്തിലാണ് മുതലാണ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ് കിട്ടാൻ തുടങ്ങി, ഒരു പ്രതിഫലം കിട്ടാൻ തുടങ്ങി.